പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉസ്മാനിയയിലേക്ക് സ്വാഗതം. ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. നമ്മൾ ദിവസങ്ങൾക്കുള്ളിൽ 2026 പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഉസ്മാനിയ KT എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇന്നത്തെ വിഷയം രാഷ്ട്രീയ രംഗത്ത് ഒത്തിരി പേർ രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ 30% പോലും മുൻപരിചയമില്ലാത്ത ഒത്തിരി പേര്, അത് ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ, അത്ര രംഗത്തോട്ട് കടന്നു വന്നവരുണ്ട്. അറിയാവുന്ന പരമാർത്ഥമാണ്. പക്ഷേ അവർ മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ് അവരെപ്പോലുള്ളവരും സാധാരണ ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ഉൾപ്പെടെയുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഉസ്മാനിയക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇടതെന്നോ വലതെന്നോ നടുവെന്നോ വ്യത്യാസമില്ല. ഉസ്മാനിയയുടെ തൊഴിൽ എന്ന നിലയ്ക്ക് ഉസ്മാനിയ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇത് അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞു വരുന്നത് വളരെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഇനി അത്തരത്തിലുള്ള ഒരു അബദ്ധം സംഭവിക്കൂല എന്ന് തന്നെയാണ് പറയുന്നത്. അത് അബദ്ധം സംഭവിച്ചതാണ്. ഈ ആര്യ രാജേന്ദ്രൻ എന്ന ഒരു പ്രായം കുറഞ്ഞ ആള് എന്നും പറഞ്ഞ് നിലനിർത്തി മേയർ സ്ഥാനത്ത് നിലനിർത്തി കൊണ്ടുപോയത് വളരെ വിഡിത്തരമായി പോയി. തിരുവനന്തപുരം മുൻ മേയറെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവർ നടു റോഡിൽ, ഇവർക്കൊരു വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത, ഒറിജിനൽ വിദ്യാഭ്യാസം ഇവരതാരും പരിശോധിച്ചിട്ടില്ല. നടു റോഡിൽ പട്ടുഷോ കാണിച്ചു, നടു റോഡിൽ KSRTC ഡ്രൈവറുമായി ഉടക്കുണ്ടാക്കി പട്ടിഷോ കാണിച്ച ഇത്തരം മേയർമാരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ മേലാധികാരികളെ മാത്രം ബഹുമാനിച്ചുകൊണ്ട് കീഴടയങ്ങളെ, താഴെത്തട്ടിലുള്ളവരെ, അവരെ ഒന്ന് കാണാൻ പോലും, മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് അവരെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്ത അത്തരം ആളുകളെ ജനങ്ങൾ വെറുക്കുക തന്നെ ചെയ്യും. ഇത്തരം അബദ്ധം ഇനി ഒരിക്കലും ഇടതുപക്ഷ പാർട്ടിക്ക് സംഭവിക്കുകയില്ല എന്നാണ് പാർട്ടി നേതൃത്വം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന ആ മാലിന്യ കൂമ്പാരത്തെ, തിരുവനന്തപുരം മുൻ മേയർ, ആ മാലിന്യ കൂമ്പാരത്തെ കോഴിക്കോട്ടേക്ക് അയക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ കഷ്ടം തന്നെ. കോഴിക്കോട്ടുകാർ, മലബാർകാർ ഇത്തരം മാലിന്യങ്ങളെ സ്വീകരിക്കുന്ന പണി, ഇത്തരം മാലിന്യങ്ങളെ സ്വീകരിക്കുന്ന ജോലിയല്ല കോഴിക്കോട്ടുകാർക്ക്. കോഴിക്കോട്ടുകാർ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള വിവിധ ആളുകൾ നമ്മളുമായിട്ട് ഉസ്മാനിയുമായിട്ട് സംസാരിച്ചപ്പോൾ അത്തരം മാലിന്യ കൂമ്പാരങ്ങളെ, ആര്യ രാജേന്ദ്രനെ പോലുള്ള അത്തരം മാലിന്യ കൂമ്പാരങ്ങളെ ഇവിടെ സ്വീകരിക്കുകയില്ല. അപ്പോൾ നമുക്ക് യദുവിനോട് പറയാനുള്ളത്, മുൻ KSRTC ഡ്രൈവർ യദുവായിട്ടുണ്ടായ ഉടക്കാണല്ലോ, നടു റോഡിൽ പട്ടിഷോ കാണിച്ചുകൊണ്ടുണ്ടായ ഉടക്കാണല്ലോ. ഇതിനൊക്കെ കാരണം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതുകൊണ്ട് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ യദുവിനോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ആ ആര്യ രാജേന്ദ്രൻ എന്ന ആ സാധനത്തെ മലബാറിലേക്ക് അയക്കാതെ തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലകളിൽ ഒളിപ്പിച്ചു വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ കോഴിക്കോട്ടുകാർ, മലബാറുകാർ ഇത്തരം മാലിന്യങ്ങളെ സ്വീകരിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം രാഷ്ട്രീയ പാർട്ടിയിൽ ഇനി ഈ നിലവിൽ രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിലും അതേപോലെ ജില്ലയിലേക്കും മറ്റുമൊക്കെ ജയിച്ചു വന്നിരിക്കുന്ന ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആര്യ രാജേന്ദ്രനെ പോലെ ആവാതെ കാര്യങ്ങൾ മനസ്സിലാക്കി താഴെ തട്ടിലുള്ളവരെയും മേലെ തട്ടിലുള്ളവരെയും ഒക്കെ ഒരുപോലെ നിയന്ത്രണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. രാഷ്ട്രീയം എന്നാൽ ഒരു ചക്രക്കുടമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. ചിലപ്പോൾ ഷുഗറുള്ളവർ വരെ അതിൽ കൈയിട്ട് നക്കി നോക്കും. നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. അത് ഇടതെന്നോ വലതെന്നോ നടുവെന്നോ വ്യത്യാസമില്ല. നമുക്കറിയാം ശബരിമല വിഷയം. ഉസ്മാനിയ പറഞ്ഞു, 1000 കോടിക്ക് മുകളിലുള്ള മോഷണമാണ് നടന്നിട്ടുള്ളത്. ഒരു കൊള്ള
ഇപ്പോഴാണ് ചാനലുകാർക്ക് മനസ്സിലാവുന്നത് ഇത് 1000 കോടിക്ക് മുകളിലുള്ള. പക്ഷെ 1000 കോടിക്ക് മുകളിലല്ല, തുടർച്ചയായി ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണെങ്കിൽ 20,000 കോടിക്ക് മുകളിൽ പോവാനും സാധ്യതയുണ്ട്. ശബരിമല വിഷയം അവിടെ ഇടതോ വലതോ നടുവോ അല്ല വ്യത്യാസം. ഇടതെന്നോ വലതെന്നോ നടുവെന്നോ വ്യത്യാസമില്ല. ഈ ചക്കരകുടത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് കോടതിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു വരേണ്ടതാണ്. അല്ലാതെ നമ്മളെ വ്യക്തിപരമായിട്ട് ആരെയും ഉപദ്രവിക്കാൻ ഉസ്മാനിയ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നൂറുകണക്കിന് ചാനലുകാർ പുറത്തുവിടുന്ന വാർത്തകളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇതിൽ ഉസ്മാനിയ ആദ്യമേ പറഞ്ഞു 1000 കോടിക്ക് മുകളിലുള്ള മോഷണമാണ് നടന്നിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലൊക്കെ ഇപ്പം അടുത്ത ദിവസങ്ങളിലാണ് ആ വിവരം പുറത്തുവിടുന്നത്. 1000 കോടിക്ക് മുകളിൽ നടന്നിരിക്കുന്ന മോഷണമാണ് എന്നുള്ളത് റിപ്പോർട്ടർ ചാനലൊക്കെ ഇപ്പോഴാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ. ഇതൊക്കെ ഉസ്മാനിയ മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട സംഭവമാണ്. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും ശബരിമല വിഷയം അടുത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അതിൽ ഇടതും വലതും നടും എല്ലാം പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഉസ്മാനിയ യൂട്യൂബ് ചാനലുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ സബിനും എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി എല്ലാവർക്കും നമസ്കാരം.